ब्रह्मणे मूर्तिमते कृतानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्री गुरवे नमः। ओम शांति शांति। നമസ്തേ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഓഫ് ആണല്ലോ. ഓക്കെ. ശരിയാണ്. ഒരു ചെറിയ നെറ്റ് പ്രശ്നം ഉണ്ടായതാണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനത്തിന്റെ അനുവാദം സംബന്ധിച്ച് ഗുരു കൽപ്പിച്ചരുളിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പരിചിന്തനം ചെയ്തിരുന്നത്. അതുപ്രകാരം നമ്മൾ കഴിഞ്ഞ ദിവസം പരിചിന്തനം ചെയ്ത് നിർത്തിയത് മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് സംബന്ധിച്ചായിരുന്നു. അവിടം പുനരാവർത്തനം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്വാമി, ഇതനുഷ്ഠിച്ചാൽ മതിയാകും. എന്ത് പഞ്ചശുദ്ധി? മഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞതിനെ മഞ്ഞപ്പൊട്ട് വാങ്ങിപ്പാൻ ആരും തുനിയരുത്. കൂടി വസ്ത്രം പോലും ആവശ്യമില്ല. ഉപയോഗത്തിൽ ഇരിക്കുന്ന വെള്ളവസ്ത്രം മഞ്ഞളിൽ മുക്കി ഉപയോഗിച്ചിട്ട് അത് പിന്നീട് അലക്കി തെളിച്ച് എടുത്തുകൊള്ളാം. യാത്ര ആർഭാടരഹിതമായിരിക്കണം, വിനീതമായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു ക്രോസ് അനാലിസിസ് നമുക്ക് ആവശ്യമാണ്. ഈ മഞ്ഞ വസ്ത്രം എന്ന് പറയുമ്പോൾ അത് മഞ്ഞളിൽ മുക്കിയ മഞ്ഞയായിരിക്കണമെന്നും അത് പട്ടുവസ്ത്രമോ കോടി വസ്ത്രമോ പാടില്ല. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ള വസ്ത്രം മഞ്ഞളിൽ മുക്കി മഞ്ഞയാക്കണമെന്നാണ് പറഞ്ഞത്. മഞ്ഞ എന്ന് പറയുമ്പോൾ ഒരു പരിവർത്തനത്തിന്റെ, ഒരു മാറ്റത്തിന്റെ, ഒരു പുതുമയിലേക്കുള്ള പ്രവേശനത്തിന്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്ന നിറമാണത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രകൃതിയിലുള്ളതായ എല്ലാ ജീവജാലങ്ങളുടെയും ഒരു പീരീഡ് കഴിയുമ്പോൾ അതിൻ്റെ പുനരുദ്ധാരണത്തിന് അഥവാ പുനർജനനത്തിന് മഞ്ഞയിൽ എത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ഗുരു ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. മഞ്ഞൾ മുക്കിയ മഞ്ഞയാകുമ്പോൾ ശിവഗിരിയിൽ അനേകം ആളുകൾ വന്നു ചേരുന്നതാണ്. അണുപ്രസരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും. അങ്ങനെ ബാഹ്യമായിരിക്കുന്ന അണുബാധയെ ഒഴിവാക്കാൻ മഞ്ഞള് ഏറ്റവും നല്ല ആന്റിബയോട്ടിക്സ് ആണ്. അതുകൊണ്ട് ബാഹ്യമായ അണുവിനെ ഇല്ലായ്മ ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് മഞ്ഞൾ മുക്കിയ മഞ്ഞ. രണ്ടാമത് ആന്തരികമായ ശുദ്ധി. നമ്മൾ അജ്ഞാനമാകുന്ന അണുബാധയേറ്റവരാണ് എല്ലാ ജനങ്ങളും. ജനങ്ങളിലെ അജ്ഞാനമാകുന്ന അണുബാധ മാറ്റുന്നതിനുള്ള സിദ്ധൌഷധമാണ് ഗുരു പിന്നാലെ പറയുന്ന
നവരത്ന വിഷയങ്ങളെ കുറിച്ച് വിദഗ്ധന്മാരായവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗം പറയിപ്പിക്കുക എന്നത്. അങ്ങനെ വിദഗ്ധരായ ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ട് അത് നമ്മൾ പഠിച്ച് വന്നു കഴിയുമ്പോൾ നമ്മളിലെ ആന്തരിക ശുദ്ധി സംഭവിക്കുന്നതാണ്. ആ ആന്തരിക ശുദ്ധി സംഭവിക്കുമ്പോൾ നമ്മൾ ബാഹ്യമായും ആന്തരികമായും ശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, തീർത്ഥാടനം കഴിഞ്ഞു വന്നാൽ ഉടനെ ആ മഞ്ഞ അലക്കി തെളിച്ച് വീണ്ടും വെള്ളയാക്കി ധരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ വെള്ളവസ്ത്രമാണെന്ന് ഗുരു പറയുന്നു. അവിടെ മഞ്ഞയുടുത്തുകൊണ്ട് നടക്കാൻ ഗുരു ഉപദേശിച്ചിട്ടില്ല, ശഠിച്ചിട്ടുമില്ല. തീർത്ഥാടനത്തിന് വരുമ്പോൾ ഈ മഞ്ഞളിൽ മുക്കിയ മഞ്ഞ വസ്ത്രം, അതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവസ്ത്രം മതി എന്നുമാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ രണ്ട് തലം ഇതാണ്. ഒന്ന് ബാഹ്യശുദ്ധി, മറ്റൊന്ന് ആഭ്യന്തര ശുദ്ധി. അപ്പൊ ആഭ്യന്തര ശുദ്ധി വരുന്നത് ജ്ഞാനപ്രസാദത്താൽ നമ്മിലെ അജ്ഞാനം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും നമ്മൾ ജ്ഞാനസമ്പന്നരാകുകയും ജ്ഞാനത്താൽ നമ്മൾ ജീവിതത്തെ വളരെയേറെ ഐശ്വര്യപ്രദമായ തലത്തിലേക്ക് നയിക്കുകയും അങ്ങനെ നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വർഷം മുഴുവനും നമ്മളുടെ ജീവിതം ചൈതന്യധന്യമായിരിക്കും. ആ ജീവിതത്തിൽ വീണ്ടും നമ്മൾക്ക് മലിനതകൾ ഉണ്ടാവുകയാണെങ്കിൽ, മാലിന്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലെ വന്ന് ജ്ഞാനസമ്പന്നരായി ശുദ്ധീകരിക്കപ്പെട്ടു ജ്ഞാനത്താൽ സമ്പന്നരായി അഭിവൃദ്ധിയിലേക്ക് പോകണം. അങ്ങനെ അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളും രാജ്യവും എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിക്കാം. എന്ത് ഗുരു പറയുന്നു? യാത്ര ആർഭാടരഹിതമായിരിക്കണം. ആർഭാടരഹിതം എന്ന് പറയുമ്പോൾ അനാവശ്യമായ പണം ചെലവഴിച്ച്, അതെ, ധനം ദുർവ്യം ചെയ്തുകൊണ്ടുള്ളതായ പരിപാടികൾ ഒന്നും നടത്താൻ പാടില്ല. വിനീതമായിരിക്കണം. തീർത്ഥാടകർ വളരെ വിനീതരായിരിക്കണം. ഈശ്വര സ്തോത്രങ്ങൾ ഭക്തിയായി ഉച്ചരിച്ചു കൊള്ളണം. അത് നല്ലതാണ്. ഈശ്വര സ്തോത്രങ്ങൾ ഭക്തിയായി ഉച്ചരിക്കുന്നത് കൊള്ളാം. തീർത്ഥയാത്രയുടെ പേരിൽ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കി പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ ഘോഷയാത്രയായോ ഈ പദയാത്രയായും മറ്റും വരുമ്പോൾ ശബ്ദമലിനീകരണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അന്തരീക്ഷ മലിനീകരണം പോലും ശബ്ദത്താൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഗുരു എത്രയോ നാളുകൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നമ്മോട് ഉപദേശിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈശ്വര സ്തോത്രങ്ങൾ ചൊല്ലി ഭക്തിയോടുകൂടി ശിവഗിരിയിൽ എത്തുന്ന ആ പ്രവണതയ്ക്ക് പകരമായിട്ട് ആഡംബരമായ വാഹനങ്ങളും മറ്റും ഏർപ്പാടാക്കി അതിൽ മൈക്കൊക്കെ വെച്ച് കെട്ടി, അല്ലെ, ഇന്നടത്തു നിന്നും ഇന്നാരെ ഫ്ലാഗ് ഓഫ് ചെയ്ത പദയാത്ര ഈ രാജവീതികളെ പുളകച്ചാണയിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നു എന്നൊക്കെ, ഇന്നാരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായി? അതിനകത്തുണ്ടായിരുന്ന എല്ലാ ആത്മീയപരമായ മൂല്യവും ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ഈശ്വര സ്തോത്രം ചൊല്ലേണ്ടുന്ന സ്ഥാനത്ത് മറ്റുള്ള പേരുകൾ വിളിച്ചു പറയുകയും അതൊരു രാഷ്ട്രീയ പ്രകടനം പോലെ ആക്കി മാറ്റുകയും ചെയ്യുന്നത് ശിവഗിരി തീർത്ഥാടനം എന്ന ആ
മഹത്തായ യജ്ഞത്തിന്റെ സത്തയ്ക്ക് വിരുദ്ധമായുള്ള കാര്യമാണ്. തീർത്ഥാടകരുടെ കണ്ടങ്ങളിൽ നിന്നും ആ സന്ദർഭങ്ങളിൽ സംഭവിക്കേണ്ടുന്നത് ഈശ്വര സ്തോത്രങ്ങൾ മാത്രമായിരിക്കണം. അതല്ലാത്തതൊക്കെ ചെയ്ത് പ്രസ്ഥാനത്തെ മലിനപ്പെടുത്തരുത് എന്നാണ് ഗുരു ഉപദേശിച്ചിരിക്കുന്നത്. അനാവശ്യമായി ഒരു കാശ് പോലും ചെലവ് ചെയ്യരുത്. എന്നിട്ട് ഗുരു പറയുന്നു, കോട്ടയത്ത് നിന്ന് ഒരാൾ ശിവഗിരിക്ക് പോയി. അപ്പോ കോട്ടയത്ത് വെച്ചാണ് ഈ തീർത്ഥാടനത്തിന് അനുവാദം നൽകിയത്. അതുകൊണ്ടാണ് കോട്ടയത്തെ കാര്യം പറയുന്നത്. കോട്ടയത്ത് നിന്നും ഒരാൾ ശിവഗിരിക്ക് പോയി 2 ദിവസം താമസിച്ച് മടങ്ങി വരുന്നതിന് എന്ത് ചെലവ് വരുമെന്ന് നോക്കാം. ഒരു ഏതോ കണക്ക് കൂട്ടുന്നത് പോലെ സ്വല്പനേരം ആലോചിച്ചിട്ട് 3 രൂപയുണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് 3 രൂപയുണ്ടെങ്കിൽ കുറച്ച് ചക്രം മിച്ചമുണ്ടാകും. അന്ന് ചക്രം, നാണയങ്ങൾ ചക്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചക്രമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ധാരാളം മതിയാകും. ഈഴവർ പണം ഉണ്ടാക്കും, പക്ഷെ മുഴുവൻ ചെലവ് ചെയ്ത് കളയും. ചിലർ കടം കൂടി വരുത്തി വെക്കും. അത് പാടില്ല. മിച്ചം വയ്ക്കുവാൻ പഠിക്കണം. സമുദായം വിദ്യാഭ്യാസത്തിലും ധനസ്ഥിതിയിലും ശുചിത്വത്തിലും വളരെ പിന്നാക്കമാണ്. ഈ രീതി മാറണം, മാറ്റണം. ഈ രീതി മാറണം, മാറ്റണം. ഇതെല്ലാം കിട്ടൺ റൈറ്റർ ഒരു പേപ്പറിൽ കുറിച്ചെഴുതുന്നു. ഇതെല്ലാം കുറിച്ചെടുത്ത കടലാസ് മടക്കി കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഞാൻ കൈകെട്ടി നിൽപ്പായി. ആരെ? കിട്ടൺ റൈറ്റർ. അപ്പം ഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിച്ച് അത് പേപ്പറിൽ രേഖപ്പെടുത്തിയിട്ട് അത് ചുരുട്ടി കയ്യിൽ വെച്ച് അങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണ്. സ്വാമി, ഇനി ഒന്നുമില്ലല്ലോ ചോദിപ്പാൻ? ഞാനും വൈദ്യരും കൂടി ഇല്ല എന്ന് പറഞ്ഞു. കിട്ടൺ റൈറ്ററും വൈദ്യരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന്. സംഭാഷണം തുടങ്ങിയ സമയം മുതൽ ഇതുവരെ സ്വാമികൾ വിടർന്ന പുഞ്ചിരിയോടുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പൊ മന്ദസ്മേരവദനായിട്ടാണ് ഇത്രയും നിമിഷം ഗുരു അവിടെ ഉപവിഷ്ടനായിരുന്നതും സംസാരിച്ചത്. 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം സ്വാമികൾ എന്നെ നോക്കി കൈവിരൽ ചൂണ്ടിക്കൊണ്ട്, ഇത് കിട്ടൺ റൈറ്ററുടെ നേരെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ഗുരു ചോദിക്കുന്നു, ഈ തീർത്ഥാടനം നടത്തുന്നതിന്റെ ഉദ്ദേശ്യമെന്ത്? ഈ തീർത്ഥാടനം നടത്തുന്നതിന്റെ ഉദ്ദേശ്യമെന്ത്? ഇപ്പൊ തീർത്ഥാടനം നടത്തുന്നതിന് ഉദ്ദേശ്യമുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അഭ്യുന്നതിക്ക് വേണ്ടി ഒരു പവിത്രമായ അഥവാ പുണ്യമായ ഒരു സങ്കേതത്തിലേക്ക് ദീർഘദൂരം സഞ്ചരിച്ച് പോകുന്നതാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. 2, തീർത്ഥത്തിൽ ആടനം ചെയ്യുക എന്നതും തീർത്ഥാടനം. മറ്റൊന്ന്, തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ അലഞ്ഞ് നടക്കുന്നതായ ആ ഒരു പ്രവണതയ്ക്കും തീർത്ഥാടനം എന്ന് പറയും. അപ്പോ തീർത്ഥാടനം ലക്ഷ്യം ഇല്ലാത്തതായി തീരാൻ പാടില്ല, ഉദ്ദേശ്യമില്ലാത്തതായി തീരാൻ പാടില്ല, ഉദ്ദേശ്യമുണ്ടായിരിക്കണം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് തീർത്ഥാടനങ്ങൾ നടത്തുമ്പോൾ തീർത്ഥാടകരായി പോകുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവരുടെ വ്യക്തിപരമായ നന്മ മാത്രമായിരുന്നു. അവരുടെ പുണ്യത്തിന് വേണ്ടിയാണ് അവർ തീർത്ഥാടനം നടത്തുന്നത്. എന്നാൽ ശിവഗിരി തീർത്ഥാടനം നടത്തുന്നത് വ്യക്തിയുടെ പുണ്യത്തിന് വേണ്ടി അല്ല. മാത്രമല്ല, ഒരു വ്യക്തി തീർത്ഥാടനം നടത്തുമ്പോൾ ആ തീർത്ഥാടകന്റെ ലക്ഷ്യം
ആധ്യാത്മികപരമായ അഭിവൃദ്ധി ഉണ്ടാവണം. അഥവാ തന്റെ പൂർവജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്തിട്ടുള്ളതായ പാപകർമ്മങ്ങളിൽ നിന്നും മോചനമുണ്ടായി പുണ്യം ലഭിച്ച് സ്വർഗം കിട്ടണം എന്നുള്ളതാണ് മറ്റെല്ലാ തീർത്ഥാടനത്തിന്റെയും ലക്ഷ്യം. എന്നാൽ ശിവഗിരി തീർത്ഥാടനം ഗുരു നമുക്ക് അനുവദിച്ചു നൽകിയത് വ്യക്തിയുടെ മാത്രമുള്ളതായ അഭ്യുന്നതിയല്ല. ഗുരു പിന്നാലെ പറയുന്നുണ്ട്, നമ്മളും നമ്മുടെ രാഷ്ട്രവും അഭിവൃദ്ധിപ്പെടും എന്നാണ്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനം നടത്തുന്നത് ഒരു വ്യക്തിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല, മാത്രമല്ല പിന്നെയോ വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി ആണ്. 2, എല്ലാ തീർത്ഥാടനങ്ങളും നടത്തുന്നത് ആധ്യാത്മികപരമായ പുണ്യത്തിന് വേണ്ടിയാണ് എങ്കിൽ ശിവഗിരി തീർത്ഥാടനം നടത്തുന്നത് ഭൗതികവും ആധ്യാത്മികപരമായ അഭ്യുന്നതിക്ക് വേണ്ടി ആണ്. അതുകൊണ്ടാണ് ഗുരു നവരത്ന വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ അപ്പൊ അതിനകത്ത് ഈശ്വരഭക്തി ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും വരുന്നുണ്ട്. അത് നമ്മൾ പിന്നാലെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരു തീർത്ഥാടനത്തിന് പോയി കഴിഞ്ഞാൽ ആ ഭക്തന് അവിടെ നിന്നും ലഭിക്കുന്നത് അന്നപ്രസാദം ആയിരിക്കും. എന്നാൽ ശിവഗിരി തീർത്ഥാടനം നടത്തുന്നവർക്ക് അന്നപ്രസാദം മാത്രമല്ല ജ്ഞാനപ്രസാദവും ലഭിക്കുന്നു. അപ്പോ നിങ്ങൾ തീർത്ഥാടനങ്ങൾ ഒരു വ്യക്തിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉള്ളതാണ് എങ്കിൽ ശിവഗിരി തീർത്ഥാടനം വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. 2, മറ്റ് തീർത്ഥാടനങ്ങൾ ഒരു വ്യക്തിയുടെ പുണ്യത്തിന് വേണ്ടിയുള്ളതാണ് എങ്കിൽ, ആധ്യാത്മികപരമായ പുണ്യത്തിന് വേണ്ടിയുള്ളതാണ് എങ്കിൽ ശിവഗിരി തീർത്ഥാടനം ആത്മീയവും ഭൗതികവുമായ ഉന്നതിക്ക് വേണ്ടിയുള്ളത് ആണ്. 3, ശിവഗിരി തീർത്ഥാടനം മറ്റു തീർത്ഥാടനത്തിനും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, മറ്റു തീർത്ഥാടനത്തിന് പോയാൽ അവിടെ നിന്ന് ലഭിക്കുന്നത് അന്നപ്രസാദമാണ്. നമുക്കറിയാം, ഉണ്ണിയപ്പം, അരവണ തുടങ്ങിയ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടുന്ന് പ്രസാദമായി കിട്ടുന്നത്. എന്നാൽ ശിവഗിരി തീർത്ഥാടകർക്ക് അന്നപ്രസാദവും കിട്ടും, ജ്ഞാനപ്രസാദവും കിട്ടും. അപ്പോൾ ഈ 3 പോയിന്റ് വളരെ പ്രധാനമായും നാം ഓർത്തിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്? 1, ശിവഗിരി മറ്റു തീർത്ഥാടനങ്ങൾ ഒരു വ്യക്തിയുടെ അഭ്യുന്നതിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ശിവഗിരി തീർത്ഥാടനം വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആ പോകുന്ന ജാതി മത വർഗ ഭേദമന്യേ മുഴുവൻ ജനങ്ങളുടെയും അഭ്യുന്നതിക്ക് വേണ്ടിയുള്ളതാണ്. 2, എല്ലാ തീർത്ഥാടനങ്ങളും നടത്തുന്നത് ആത്മീയപരമായ പുണ്യത്തിന് വേണ്ടിയുള്ളതാണ് എങ്കിൽ ശിവഗിരി തീർത്ഥാടനം ആത്മീയവും ഭൗതികപരമായ അഭ്യുന്നതിക്ക് വേണ്ടിയുള്ളതാണ്. 3, മറ്റു തീർത്ഥാടനങ്ങൾക്ക് പോയാൽ അവർക്ക് ലഭിക്കുന്നത് അവിടെ നിന്നും അന്നപ്രസാദമാണ് എങ്കിൽ ശിവഗിരി തീർത്ഥാടകർക്ക് ലഭിക്കുന്നത് അന്നപ്രസാദവും ജ്ഞാനപ്രസാദവും ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ചോദിച്ചു, ഈ തീർത്ഥാടനം നടത്തുന്നതിന്റെ ഉദ്ദേശ്യം എന്ത്?
ഉടൻ ഞാൻ, അതെ, റൈറ്റർ പറയുന്നു, ഉദ്ദേശ്യങ്ങൾ മുൻപ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടൻ സ്വാമി, അത് അതിന്റെ രീതികളല്ലയോ, ഉദ്ദേശ്യം എന്ത് എന്ന് വീണ്ടും ചോദിച്ചു. നടത്തേണ്ട രീതികളെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. നാം ചോദിക്കുന്നത് ഇതിന്റെ ഉദ്ദേശ്യം എന്ത് എന്ന്. ആലോചിച്ചിട്ട് എനിക്ക് ഒരു മറുപടി ഒന്നും തോന്നിയില്ല. ആർക്ക്? റൈറ്റർക്ക് ഒരു മറുപടിയും പറയാൻ തോന്നിയില്ല. ഒന്നും പറയാതെ നിന്നുപോയി. വൈദ്യർ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് ഞാൻ വൈദ്യരെ നോക്കി. റൈറ്റർ വൈദ്യരെ നോക്കി. വൈദ്യർ എന്തോ ആലോചിച്ച് വിഷമിക്കുന്നത് പോലെ തോന്നി. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, അനുവാദം ചോദിക്കാൻ ചെന്ന രണ്ടുപേരും ആകെ ഒരു വിഷമവൃത്തത്തിലായി. സ്വാമി വീണ്ടും എടുത്തു ചോദിക്കുകയാണ്, വൈദ്യർ എന്ത് പറയുന്നു? തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ്യം എന്ത്? വൈദ്യർ കൂടുതൽ പരിങ്ങലിലായി. മറുപടിയില്ല. അടുത്തുണ്ടായിരുന്ന സന്യാസിമാരെയും ചുറ്റുപാട് നിന്നിരുന്ന ജനപ്രമാണികളെയും സ്വാമി നോക്കി. ഒരിടത്ത് നിന്നും മറുപടി കേൾക്കുന്നില്ല. സ്വാമിയുടെ മുഖത്തൽപ്പം ഗൗരവം സ്ഫുരിച്ചു. നോക്കൂ, ഇതുവരെ ശാന്തചിത്തമായിരുന്ന് വളരെ വിശ്രാന്തിയിൽ ഇരുന്നു കൊണ്ട് ഗുരു കാര്യങ്ങളെ ആദേശിച്ചിരുന്നു എങ്കിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ്യം എന്ത് എന്ന് ചോദിച്ച ശേഷം ഗുരു വളരെ ഗൗരവ സ്വരൂപത്തിൽ ആയി. അത്ര സിൻസിയർ ആൻഡ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ്യം. സ്വാമി ചോദിക്കുന്നു, ഗുരു, ആണ്ടിലൊരിക്കൽ കുറെ ആളുകൾ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിന്ന് മഞ്ഞ വസ്ത്രവും ധരിച്ച് യാത്ര ചെയ്ത് ശിവഗിരിയിൽ ചെന്ന് ചുറ്റി നടന്ന് കുളിയും ഊണും കഴിഞ്ഞ് പണവും ചെലവാക്കി മടങ്ങി വീടുകളിൽ ചെല്ലുന്നത് കൊണ്ട് എന്ത് സാധിച്ചു? ഒന്നും സാധിച്ചില്ല. വെറും ചെലവും ബുദ്ധിമുട്ടും. ഇത് പാടില്ല. ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം, ഒരു ലക്ഷ്യം. അത് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ഏത് പ്രവൃത്തിക്കും ഒരു ഉദ്ദേശ്യം വേണം, ഒരു ലക്ഷ്യം. സ്വാമി എന്റെ നേർക്ക് വീണ്ടും നോക്കിക്കൊണ്ട്, ആരുടെ? റൈറ്ററുടെ നേരെ വീണ്ടും നോക്കിക്കൊണ്ട് എഴുതുക എന്ന് കൽപ്പിച്ചു. ഞാൻ കടലാസ് നിവർത്തി. അപ്പോൾ നേരത്തെ കടലാസ് എല്ലാം മടക്കി കക്ഷത്ത് വെച്ച് കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു. വീണ്ടും അദ്ദേഹം കടലാസ് നിവർത്തി പെൻസിൽ പിടിച്ചു നിന്നു, സ്വല്പം വിറയലോടെ. കാരണം ആകെ സ്തബ്ധമായിപ്പോയി, വല്ലാതായിപ്പോയി, എന്ത് പറയണമെന്നറിയാതെ. കാരണം ഒരു ഉദ്ദേശ്യശുദ്ധിയില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ, വെറും വികാരവായ്പോടുകൂടി ശിവഗിരി തീർത്ഥാടനത്തിന് അനുവാദം വാങ്ങിക്കാൻ വന്നതാണ്. ഗുരുവിന്റെ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്താണ്, അതിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആകെ പരിങ്ങലിലായ റൈറ്റർ എഴുതാൻ തുടങ്ങിയപ്പോൾ കൈവിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഗുരു പറയുന്നു, ശിവഗിരി യാത്രയുടെ ഉദ്ദേശ്യങ്ങൾ, സാധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ലക്ഷ്യം. സ്വാമി തൃപ്പാദങ്ങൾ, ഇടത് കൈയുടെ വിരലുകൾ ഓരോന്നായി മടക്കി എണ്ണിക്കൊണ്ട്, ഒന്ന് വിദ്യാഭ്യാസം. അപ്പോൾ പറയുന്നു, വിദ്യാഭ്യാസം. 2 ശുചിത്വം. 3 ഈശ്വരഭക്തി. 4 സംഘടന. റിപ്പീറ്റഡ് വൺസ് അഗൈൻ. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി,
കച്ചവടം, കൈത്തൊഴിൽ, ഒന്നുകൂടെ ശ്രദ്ധിക്കും, വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക ശാസ്ത്ര പരിശീലനങ്ങൾ. ഈ വിഷയങ്ങളെ പറ്റി പ്രസംഗ പരമ്പര നടത്തണം. നോക്കൂ, ഇവിടെ ഗുരു ഓരോ വിഷയങ്ങളും എണ്ണി എണ്ണി പറയുമ്പോൾ റൈറ്റർ എഴുതിയതിൽ 8 സാങ്കേതികവും ശാസ്ത്രവും കൂടി ചേർത്ത് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് 8 എന്നാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് 8 അല്ല, 9. സാങ്കേതികവും ശാസ്ത്രവും രണ്ടും 2. അതുകൊണ്ട് ഇതിനെ നമ്മൾ 9 വിഷയങ്ങളായി തന്നെ എടുക്കണം. അതല്ല എങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിന് അനുരൂപമായ ഒരു ദർശനമല്ല ഗുരുവിൻ്റെത് എന്ന് വരും. കാരണം ശാസ്ത്രവും സാങ്കേതികവും 2 ഒരു ശാസ്ത്രജ്ഞൻ വേറെ, സാങ്കേതിക വിദഗ്ധൻ വേറെ, 2 ഒരു ശാസ്ത്രജ്ഞൻ മരുന്ന് കണ്ടുപിടിക്കുന്നു, അത് ശാസ്ത്രമാണ്. പക്ഷേ അത് അപ്ലൈ ചെയ്യാനുള്ളതായ റൈറ്റ് ശാസ്ത്രജ്ഞനില്ല. അത് അപ്ലൈ ചെയ്യാനുള്ള അധികാരാവകാശങ്ങളും അതിന്റെ സാങ്കേതികത്വം ഉള്ളത് ഡോക്ടർക്കാണ്. അപ്പോ അവിടെ സാങ്കേതികവും ശാസ്ത്രവും 2 മൊബൈൽ ഫോണ് അല്ലെങ്കിൽ AI ക്യാമറ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു. പക്ഷേ അതിന്റെ റിപ്പയറിങ്ങും മറ്റും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റു ധാരാളം പേര്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരതാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ പാർട്സുകൾ ഓരോന്നും സാങ്കേതിക വിദഗ്ധരായ ആളുകളാണ് അത് പല കമ്പനികളിലായിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ സാങ്കേതികം വേറെ, ശാസ്ത്രം വേറെ. സർവോപരി നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത് BSc MSc എഞ്ചിനീയറിങ്ങുകളായിരുന്നു. BSc MSc എഞ്ചിനീയറിങ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത് മാറി. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് BSc എഞ്ചിനീയറിങ്ങും MSc എഞ്ചിനീയറിംഗ് എന്നുള്ളതെല്ലാം മാറ്റിയിട്ട് എന്തായി, BTech MTech അഥവാ BE ME ആക്കിയിരിക്കുകയാണ്. കാരണം ടെക്നോളജി വേറെ, സയൻസ് വേറെ, 2 അങ്ങനെ 9 വിഷയങ്ങളെ കുറിച്ചുള്ളതായ പ്രസംഗ പരമ്പര നടത്തണം എന്നാണ്. അപ്പോൾ ഈ 9 എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവോപരി ഈ 9 വിഷയം കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? നമ്മളും നമ്മുടെ രാജ്യവും നന്നാവാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു പുതുമയുണ്ടാവാൻ, നമ്മൾ ഒന്ന് പുനർജനിക്കാൻ വേണ്ടിയാണ് ഈ 9 വിഷയങ്ങൾ നൽകിയത്. കാരണം നമ്മൾ ജനിക്കണമെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്ര നാള്? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ചെലവഴിക്കണം. ഈ 9ന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ 9 മാസം എന്ന് പറയുന്ന ആ ഒരു കണക്ക് പോലെയാണ് 9 വിഷയങ്ങൾ കൊണ്ട് നമ്മൾ ഒരു പുനർജന്മത്തിലേക്ക്, ഒരു നവോത്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു
ജീവിത പന്ഥാവിലേക്ക് എത്തിച്ചേരുന്നു. 9 ഗുരുവിന്റെ ജീവിതത്തിൽ 9 വളരെയേറെ പ്രാധാന്യമുണ്ട്. ഗുരു നമുക്ക് നൽകിയ ജനനി നവരത്ന മഞ്ചരി 9, നവമഞ്ചരി 9. അതുപോലെ തന്നെ അനുകമ്പാദശകത്തിനകത്ത് ഉരുവിട്ടിടുക ഈ നവാക്ഷരി 9. പിന്നെ വന്നിട്ട് ഭദ്രകാളി അഷ്ടകം എത്രയാണ്? അഷ്ടകമാണെങ്കിലും ഫലശ്രുതി ഉൾപ്പെടെ 9 ആണ്. ഇനി നോക്കൂ, ഭാരതത്തിൽ 9 വളരെ വലിയ പ്രാധാന്യമുണ്ട്. 9 എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒറ്റസംഖ്യയും പൂർണ്ണസംഖ്യയുമാണ്. 9 ഏതുകൊണ്ട് ഗുണിച്ചാലും കിട്ടുന്ന ഫലം അത് കൂട്ടി ഒറ്റസംഖ്യ എടുത്താൽ അത് 9 തന്നെയായിരിക്കും. 9 9 81 8 1 9, 6 9 54, 5 4 9, എണ്ണുമ്പോൾ 72. ഇങ്ങനെ നമ്മൾ 7 2 9, ഇങ്ങനെ ഏത് വലിയ വലിയ സംഖ്യകളെയും 9 കൊണ്ട് ഗുണിച്ചിട്ട് അത് രണ്ടും എല്ലാം കൂടി കൂട്ടിയെടുത്താൽ ഒറ്റസംഖ്യയായിട്ടെടുത്താൽ 9 തന്നെ കിട്ടും. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. നോക്കൂ, നമുക്ക് 18 പുരാണങ്ങളുണ്ട്, 8 1 9. 108 ഉപനിഷത്തുകളുണ്ട് പ്രധാനമായി, അത് 8 1 9. ശബരിമലയിൽ 18 പടിയുണ്ട്, 8 1 9. അതുപോലെ തന്നെ പഴനിയിൽ 1008 പടിയുണ്ട്. മഹാഭാരത യുദ്ധം നടന്നത് 18 ദിവസം, 18 അക്ഷകുണിപ്പട. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ. അതുപോലെ തന്നെ നവഗ്രഹങ്ങൾ, ഇല്ലേ? ആ നവഗ്രഹങ്ങൾ 9. പിന്നീടോ നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ നമുക്ക് നവദ്വാരങ്ങൾ, 9 ദ്വാരങ്ങളുണ്ട്. നമുക്ക് 72 യോഗാത്മക നാഡികളുണ്ട്, 7 2 9. 70,000 നാഡീവ്യൂഹങ്ങളുണ്ട്, 70,000 7 2 9. നമ്മുടെ ശരീരത്ത് 4.5 കോടി രോമകൂപങ്ങളുണ്ട്, 4.5 കോടി. 4 കോടി 50 ലക്ഷം, 4 5 9. പിന്നെ വന്നിട്ട് നമ്മൾ ഒരു ദിവസം വിടുന്ന ശ്വാസോച്ഛ്വാസം 21,600 ആണ്. 21,600, 2 1 3 6 9. ഇങ്ങനെ പിന്നെ നവരത്നങ്ങൾ, അല്ലെ, 9 ആണ്. ഈ 9 എന്ന് പറയുന്ന പൂർണ്ണതയെ ഗുരു ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിന്റെ മഹാസമാധി സംഭവിക്കുന്നത് 72ാമത്തെ വയസ്സിലാണ്, 7 2 9. ആ ഗുരുവിന്റെ 72ാമത്തെ വയസ്സിൽ മഹാസമാധി നടന്നത് കൊണ്ടാണ് ആ മഹാസമാധി മന്ദിരം നിർമ്മിച്ചപ്പോൾ അതിന്റെ ഹൈറ്റ് 72 അടിയാക്കിയിരിക്കുന്നത്. 72 അടി ഹൈറ്റ് ഉണ്ടാക്കിയതിന്റെ കാര്യം പൂർണ്ണതയാണ്, 7 2 9 ആണ്. അത് ഗുരുവിന്റെ മഹാസമാധി സമയത്തെ പ്രായമാണ്. 1856 1032 അവതരിച്ച ഗുരു 1928 മഹാസമാധി പ്രാപിക്കുമ്പോൾ 72 വയസ്സ്. അതാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണതയിലെത്തി ആ മഹാസമാധി പ്രാപിച്ച ഗുരുവിന്റെ ഭൗതിക ശരീരം പരിരക്ഷിച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് ആ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് വൃത്താകൃതിയിലാണ്. ആ വൃത്തത്തിന്റെ ചുറ്റുമുള്ള കോണത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് 6 3 9 ആണ്. അപ്പോൾ അങ്ങനെ 9 വളരെയേറെ പ്രാധാന്യം ഗുരു നൽകിയിട്ടുണ്ട്. ആ ഗുരു നൽകിയിരിക്കുന്ന വിഷയങ്ങളും അതുകൊണ്ട് 9 തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഗുരുവിന്റെ പൂർണ്ണപ്രഭാവത്തെ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യാൻ ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ അടിത്തറയാണ് നയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് 9 വിഷയങ്ങൾ തന്നെയാണ്. ശാസ്ത്രവും വേറെ, സാങ്കേതികം വേറെ. അപ്പോൾ ഇത് ഒറ്റ കാര്യം പറയും, BSc എഞ്ചിനീയറിംഗ്
പഠിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് അത് മാറ്റിയത്? ബിയും ബിടെക്കും ആക്കിയത്? ടെക്നോളജി വേറെ, സയൻസ് വേറെ, രണ്ടും രണ്ടാണ്. ശാസ്ത്രജ്ഞൻ വേറെ, ഡോക്ടർ വേറെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 9 സബ്ജക്ട്സ് ഇതിനെ കുറിച്ച് എന്ത് വേണം? പ്രസംഗ പരമ്പര നടത്താം. അങ്ങനെ ഓരോ വിഷയത്തിലും വൈദഗ്ധ്യമുള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗം പറയിപ്പിക്കണം. അപ്പോൾ ഈ 9 വിഷയങ്ങളെ സംബന്ധിച്ച് വിദഗ്ധന്മാരായവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗം പറയിപ്പിക്കണം. പ്രസംഗിപ്പിക്കണമെന്നല്ല ഗുരു പറഞ്ഞത്. എന്നാൽ ഇന്നേറെയും നടക്കുന്ന പ്രസംഗിക്കലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രസംഗം പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ ശ്രോതാക്കളായിട്ടിരിക്കുന്നവർക്ക് പറയാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തക്ക പാകത്തിലായിരിക്കണം. എന്നുവെച്ചാൽ അവരിലേക്ക് ആ വിഷയത്തിലെ ഓരോ പോയിന്റുകളും ആവർത്തിച്ച് ഉറപ്പിച്ച് ഉറക്ക പറയുന്നതിനെയാണ് പ്രസംഗം പറയിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഭാഷാപരമായിട്ട് നമ്മൾ നോക്കിയാൽ, അത് ഉപരിപ്ലവമായി ചിന്തിച്ചാൽ അത് തെറ്റായ ഒരു പ്രയോഗമാണ് എന്ന് തോന്നും. പ്രസംഗം പറയിപ്പിക്കുക അല്ല. അതിനെ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ, അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പഠനത്തെയും പഠനത്തെയുമാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഒരാൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ അന്നേരം തലകുലുക്കി സമ്മതിക്കുകയും പിന്നീട് ഒന്നുമില്ലാതായി തീരുന്നതും ഉണ്ടാവാൻ പാടില്ല. പ്രസംഗിക്കുന്ന കാര്യങ്ങളിലെ പോയിന്റുകൾ ശ്രോതാക്കൾക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുകയും അത് അവർക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശക്തി ആർജവത്വവും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പ്രസംഗം പറയിപ്പിക്കണം എന്ന്. അതാ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പ്രാവശ്യമല്ല പറയുന്നത്, പല പ്രാവശ്യം പറഞ്ഞ്, അനവധി പ്രാവശ്യം പറഞ്ഞ് നിങ്ങളെ ഓരോരുത്തരെ കൊണ്ടും അത് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഗുരു നമ്മോട് പറയുന്നത്. അതല്ലാതെ കണ്ട് നമ്മള് രാഷ്ട്രീയക്കാരുടെ ഒരു മൈതാന പ്രസംഗം നടത്തുക എന്നുള്ളതല്ല. അങ്ങനെ പ്രസംഗം പറയിപ്പിച്ചു കഴിഞ്ഞാൽ പറയുമ്പോൾ ജനങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നോക്കൂ, അവിടെ നോക്കൂ, ജനങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് കേൾക്കണമെന്നല്ല ഗുരു പറഞ്ഞത്, ശ്രദ്ധിച്ച് കേൾക്കണമെന്നാ പറഞ്ഞത്. കാരണം ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടകർ അവിടെ ഈ നവരത്ന വിഷയങ്ങൾ, 9 വിഷയങ്ങളെ നമ്മൾ നവരത്ന വിഷയങ്ങൾ നോക്കൂ. അതൊന്നും ലക്ഷ്യമല്ല. ആളുകള് ഇതൊന്നും വേണ്ടവണ്ണം പഠിക്കാതെ ഗ്രഹിക്കാതെ എന്തോ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയണ അഷ്ടലക്ഷ്യങ്ങൾ. നോ, അങ്ങനെയല്ല. അത് മൊത്തം ഗുരു ഉപദേശിച്ചതും അതേപോലെ തന്നെ അതിന്റെ അധികാരിയായ കിട്ടൻ റൈറ്റ് എഴുതിയ പുസ്തകം വായിക്കുകയും ചെയ്യാതെ പറഞ്ഞു നടക്കുന്നതായ നിരർത്ഥകമായ പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെന്റാണ് ഈ അഷ്ടലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയല്ല. നമ്മൾ നോക്കൂ, ജനങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ടോ കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്താൻ ശ്രമിക്കണം. അതിൽ വിജയം പ്രാപിക്കണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധിയുണ്ടാകും. അഭിവൃദ്ധി ഉണ്ടാകും. എന്നിട്ട് പറയാണ്, ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം
ഇതായിരിക്കണം. മനസ്സിലായോ? പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടോ ഉള്ളവർക്ക് മനസ്സിലാവില്ല, പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഗുരു പറഞ്ഞേക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ്യം ഇതായിരിക്കണമെന്നാ പറഞ്ഞത്. ഉദ്ദേശ്യങ്ങൾ എന്നല്ല, ഉദ്ദേശ്യങ്ങൾ എന്നല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്. ഉദ്ദേശ്യം, ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ എത്രാണ്? ഒന്നേ ഒന്ന് തന്നെ. ആ ഒന്നിലേക്ക്, ആ ഉദ്ദേശ്യത്തിലേക്ക് എത്താനുള്ള ഉപായങ്ങളാണ് നവരത്ന വിഷയങ്ങൾ. 9 വിഷയങ്ങളെ കുറിച്ചുള്ള പഠനവും പാഠനവും പ്രവർത്തനവും അല്ലെ? അപ്പോൾ നിങ്ങൾ ജനങ്ങളെ ഇതറിയിക്കണം, ജനങ്ങൾ ഇതറിയണം. ഗുരു അഷ്ടലക്ഷ്യം ഗുരു പറഞ്ഞില്ല. ഗുരു ഇതാ ഉദ്ദേശ്യം എന്ന മാത്രം, ലക്ഷ്യങ്ങൾ എന്നല്ല പറഞ്ഞത്. ഉദ്ദേശ്യം അഥവാ ലക്ഷ്യമെന്ന വാക്ക് മാത്രമാണ് സിംഗുലറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലൂറലിലല്ല. അത് പള്ളിക്കൂടത്തിൽ പോയപ്പോ സാറ് പഠിപ്പിക്കുമ്പോ വേണ്ടവണ്ണം ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, അല്ലേ? ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പലതാണ്. ഉദ്ദേശ്യങ്ങളാണ് പലത് വരുന്നത്, അല്ലെ? ലക്ഷ്യങ്ങളാണ് പലത് വരുന്നത്. ലക്ഷ്യം ഒന്നിരുന്നത്. ഇവിടെ എന്താ ലക്ഷ്യം? നമ്മളും ജനങ്ങളും രാജ്യവും അഭിവൃദ്ധിപ്പെടണം. ഇതായിരിക്കണം, ഇതാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ്യം, പ്രധാന ഉദ്ദേശ്യം ഇതായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായോ എന്ന് വളരെ എംഫസൈസ് ചെയ്ത് ചോദിക്കുകയാണ്. മനസ്സിലായോ? എന്താ മനസ്സിലായോ എന്ന് ചോദിക്കാൻ കാരണം? മനസ്സിലായില്ല, മനസ്സിലാകത്തില്ല, മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ മനസ്സിലാകത്തില്ല എന്നുള്ള ഗുരുവിന് അന്നേ അറിയാം, അല്ലേ? പക്ഷേ പോരാ, നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന് ഒരൊറ്റ ലക്ഷ്യമാണുള്ളത്, അഷ്ടലക്ഷ്യമൊന്നുമല്ല. എങ്ങനെ ലക്ഷ്യം? നമ്മളിപ്പോ ഒരു മാങ്ങ എറിഞ്ഞിടണം, ഒറ്റ ലക്ഷ്യമാണ്. മാവേല മാങ്ങായും തേങ്ങായും കൂടെ ഒന്നിച്ച് വീഴാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം, നമുക്കൊരു ജോലി കിട്ടണം. ജോലി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പഠിക്കണം. പഠിക്കുമ്പോൾ എന്താ പഠിക്കുന്നത്? എത്രയോ വിവിധങ്ങളായ വിഷയങ്ങളല്ലേ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് MSc ഡിഗ്രി കിട്ടണം. MSc ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ MSc എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഡിഗ്രി കിട്ടാൻ വേണ്ടി ആ MScയിൽ ഒരു വിഷയമാണോ പഠിക്കുന്നത്? എത്രയോ വിഷയങ്ങൾ പഠിച്ചാണ് ആ തലത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ വിഷയങ്ങളാണോ ലക്ഷ്യം എന്ന് പറയുന്നത്? അല്ലല്ലോ. അപ്പോ ഇവിടെയും അത് തന്നെയാണ്. ഈ 9 വിഷയങ്ങളെ അധികരിച്ചുള്ളതായ പാഠനത്തോടുകൂടിയും പ്രവർത്തനത്തോടുകൂടിയും ജനങ്ങളും രാജ്യവും അഭിവൃദ്ധി ഉണ്ടാകും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ഇതായിരിക്കണം. മനസ്സിലായോ? ഞാൻ ഒരു റൈറ്റർ, മനസ്സിലായി. സ്വാമി എല്ലാം എഴുതിയോ? ഞാൻ റൈറ്റർ, എഴുതി. സ്വാമി ഒന്നുകൂടി വായിക്കുക. റൈറ്റർ, ഞാൻ വീണ്ടും വായിച്ചു. സ്വാമി കൊള്ളാം, അങ്ങനെ ചെയ്യണം, നന്നായി വരും. അങ്ങനെ ചെയ്യണം, നന്നായി വരും എന്ന് ഗുരു പറഞ്ഞു. ഉടൻ ഈ റെക്കോർഡിന് തൃപ്പാദങ്ങളുടെ കയ്യൊപ്പ് വെച്ച് കിട്ടണമെന്ന് ഞാൻ അപേക്ഷിച്ചു. അപ്പൊ റൈറ്റർ ഗുരുവിനോട് പറഞ്ഞു, ഈ എഴുതിയ പേപ്പർ
ആധികാരികതയുള്ളതാക്കാൻ തൃപ്പാദങ്ങളുടെ കയ്യൊപ്പ് വെച്ച് തരണം എന്ന് സ്വാമി. വേണ്ട, ഒപ്പിടുകയും മറ്റും വേണ്ട, പത്രങ്ങളിൽ എഴുതിയാൽ മതി, ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളും. ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അത് പത്രങ്ങളിൽ എഴുതിയാൽ മതി, ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളും. ഞാൻ അടുത്ത ദിവസം ഈ വിവരം ദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തി. അന്ന് ദേശാഭിമാനി, ഇന്നത്തെ ദേശാഭിമാനി അല്ല, അന്ന് ടി കെ മാധവൻ നാടിന്റെ നേതൃത്വത്തിൽ നടന്ന പത്രമാണ് ദേശാഭിമാനി എന്ന് പറയുന്നത്. ആ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തി. ഞാൻ തീർത്ഥാടകർ ശിവഗിരിയിൽ വരുമ്പോൾ തൃപ്പാദങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഗുരുവിനോട് പറയുന്നു. അതായത് ശ്രദ്ധിക്കുക, 1928 ജനുവരി മാസത്തിലാണ് എന്ത് നടക്കുന്നത്, ഈ സംഭാഷണം നടക്കുന്നത്. അപ്പോൾ ആ വർഷം എന്തും നടക്കില്ല, തീർത്ഥാടനം നടക്കുക. തീർത്ഥാടനം എന്നാ ഗുരു പറഞ്ഞേക്കുന്നത്? ജനുവരി 1-ാം തീയതിയാ പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പോ അടുത്ത വർഷമാണ് 29-ലേ നടക്കുള്ളൂ. അപ്പൊ ഗുരുവിനോട് ചോദിച്ചു, പറഞ്ഞു, തീർത്ഥാടകർ ശിവഗിരിയിൽ വരുമ്പോൾ തൃപ്പാദങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന്. സ്വാമി അടുത്ത് കിഴക്ക് വശത്ത് നിന്നിരുന്ന നരസിംഹ സന്യാസിയുടെ മുഖത്ത് നോക്കി രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു. എന്നോട് മറുപടിയൊന്നും കൽപ്പിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞില്ല, പറയേണ്ട കാര്യമില്ല, അതിനകത്ത് കാര്യമുണ്ട്. നോക്കൂ, കാരണം ആ 28 സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ആര് മഹാസമാധി പ്രാപിക്കുന്നത്? ഗുരു മഹാസമാധി പ്രാപിക്കുന്നത്. അപ്പോൾ 28 ജനുവരിയിലാണ് ഇത് തീർത്ഥാടനത്തിന് അനുവാദം നൽകിയതെങ്കിൽ അതേ വർഷം സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് ഗുരു മഹാസമാധി പ്രാപിക്കുന്നത്. അപ്പോൾ ഗുരു അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നതിന്റെ അർത്ഥത്തിൽ നിന്നും കാര്യത്തിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഗുരുവിനറിയാം ഗുരുവിന്റെ മഹാസമാധി എന്നാണ് ഇരിക്കും എന്നുള്ളത് ഗുരുവിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതാ ഒരു ആക്ഷൻ. അതാണ് ആരോട് ചോദിച്ചത്, ആരെ നോക്കിയത്? എല്ലാവരെയും നോക്കിയില്ല, നരസിംഹ സന്യാസിയാണ് നോക്കിയത്, നരസിംഹസ്വാമിയാണ്. ഈ നരസിംഹസ്വാമിയെ നോക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ചിരുന്ന ആളാണ് ആര്? നരസിംഹ സ്വാമികൾ. അതിന് ഒരു സംഭവം തന്നെയുണ്ട്. അത് പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ അറിയാവുന്നവരുണ്ടായിരിക്കാം. അപ്പൊ ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, അത് വിഷയം വളരെ വലുതായി വേണ്ട. അപ്പോൾ നരസിംഹസ്വാമിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു, അത്രയേ ഉള്ളൂ. വേറെ ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാരണം ഗുരുവിന്റെ മഹാസമാധി നാളുകൾക്ക് മുമ്പ് തന്നെ ഗുരു ഉറച്ചിരുന്നു. ഇനി എന്നിട്ട് രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ച് എന്നോട് മറുപടി ഒന്നും കൽപ്പിച്ചില്ല. പറയേണ്ട കാര്യമില്ല, ഉണ്ടായിരിക്കും. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ട്, എന്ത്? നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും. ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും എന്നല്ലേ ഗുരു പറഞ്ഞത്?
പ്രകാശം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് അനന്തമായിട്ടങ്ങനെ നിലനിൽക്കുമെന്നാണ് ചൈതന്യം എന്ന് പറഞ്ഞാൽ ഈ ചൈതന്യം എന്നെന്നും അവിടെ ഉണ്ടായിരിക്കും എന്നാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം യോഗാത്മകമായ ഒരു തലമുണ്ട്. ഒരു ഗുരു, ഒരു യോഗി മഹാസമാധി പ്രാപിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭൗതിക ശരീരം എന്ത് ചെയ്യില്ല? ദഹിപ്പിക്കില്ല. സാധാരണ ഒരാളിന്റെ ശരീരം ദഹിപ്പിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. പിന്നാലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ വേണ്ടി വന്നാൽ പിന്നീട് ഞാനത് പറയാം, പിന്നീട് സന്ദർഭത്തിലാവാം. അതായത് ഒരു ഗുരു, ഒരു യോഗി മഹാസമാധി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യമുണ്ടല്ലോ, അത് ആ ഭൗതിക ശരീരം നിമഞ്ജനം ചെയ്ത് പരിരക്ഷിക്കുന്ന ആ സ്ഥാനത്ത് 10,000 വർഷക്കാലം അത് ഹോവർ ചെയ്തുകൊണ്ട് നിൽക്കും. കാരണം ആ ഭൗതിക ശരീരം എവിടെയാണോ പരിരക്ഷിച്ച് വേണ്ടവണ്ണം ആരാധിക്കുന്നത്, അതിനെ പരിരക്ഷിച്ച് ആരാധിക്കുന്നത്, അവിടെ ആ ചൈതന്യം 10,000 വർഷക്കാലം നിലനിൽക്കും. എന്നാൽ അതിൻ്റെ പരിരക്ഷ വേണ്ട രീതിയിലല്ല നടക്കുന്നതെങ്കിൽ ആ ശക്തി അവിടെ നിന്നും ഡിസപ്പിയർ ചെയ്യും, വാനിഷ് ചെയ്യും, അപ്രത്യക്ഷമാകും. ഇത് സാധാരണ ഒരാളിന് കാണാൻ കഴിയത്തില്ല, അത് അറിയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് പകലിൽ കാണുന്നതായ പ്രകാശത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആ പ്രകാശത്തിനകത്ത് എന്തുണ്ട്? സപ്തവർണ്ണങ്ങളുണ്ട്. ആ സപ്തവർണ്ണങ്ങൾ എങ്ങനെയാണോ അദൃശ്യമായി ഈ പ്രകാശത്തിൽ നിലനിൽക്കുന്നത്, ഇതേപോലെ ഈ അന്തരീക്ഷത്തിൽ ആ ചൈതന്യം നിലനിൽക്കും. അതിനെ വേണ്ടവണ്ണം ഉപചരിക്കുന്നവർക്ക്, വേണ്ടവണ്ണം ആരാധിക്കുന്നവർക്ക് അതിൻ്റെ അനുഭവതലം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ക്ഷേത്രം 10,000 ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിന് തുല്യമാണ് ഒരു ഗുരുവിന്റെ മഹാസമാധി മന്ദിരം ദർശിക്കുന്നത്. ഒരു ഗുരുവിന്റെ, ഇത് ഞാൻ അഹങ്കാരമൊന്നുമല്ല പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഞാനാണ് ഇത് കണ്ടെത്തി ഇതാദ്യം പറഞ്ഞത്. ശിവഗിരിയൊന്നും ആരും പറഞ്ഞില്ല, അവർക്കൊട്ട് അറിയത്തതുമില്ല. പിന്നെ നമ്മൾ പറയുന്നത് കേട്ടിട്ട് ഏറ്റുപിടിച്ച് പറഞ്ഞപ്പോ പറയുന്ന ശ്രദ്ധിക്കില്ല, എല്ലാം ഈ ദുരഹങ്കാരത്തിൽ ഇരിക്കുകയല്ലേ. അപ്പൊ പറഞ്ഞ 1000 ക്ഷേത്രം ദർശിക്കുന്നതിന് തുല്യമാണ് അല്ലെ? അപ്പൊ 1000 10,000ആണ്. കാരണം 10,000ന്റെ കണക്കെന്ന് പറയുന്നത് എന്താണ്? ഈ 10,000 വർഷക്കാലം ഈ ചൈതന്യം അവിടെ പ്രഭചൊരിഞ്ഞു നിൽക്കും, ഹോവർ ചെയ്തുകൊണ്ട് നിൽക്കും. അങ്ങനെ ഹോവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ചൈതന്യ ശക്തി എന്ന് പറയുന്നത് 10,000 ക്ഷേത്രശക്തിക്ക് തുല്യമാണ്. നോക്കൂ, അതുകൊണ്ട് ഗുരുവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കുമ്പോൾ അത് 360 ഡിഗ്രിയാണ് ആ പ്രദക്ഷിണം. ക്ഷേത്രങ്ങളിലും അങ്ങനെയാ ചെയ്യുന്നത്. പക്ഷേ ക്ഷേത്രത്തിൽ പലതും അഷ്ടകോണാകൃതി, ചതുരാകൃതി ഒക്കെയാണ്. ഈ ചതുരമോ അഷ്ടകോണവും ഒന്നും തന്നെ ഉരുളുന്നതല്ല, അത് മുന്നോട്ടേക്ക് ഉരുണ്ടുപോകും, നീങ്ങുന്നതല്ല. വൃത്തം എന്ത് ചെയ്യുന്നതാണ്? മുന്നോട്ടേക്ക് ഉരുളുന്നത് ആയിരിക്കും. നമ്മുടെ ജീവിത ചക്രത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സഹായകമായതാണ്
ഒരു ഗുരുവിന്റെ ഈ ചൈതന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അനവധി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാം, ഇല്ലേ? ഈ ലോകത്തിന്റെ രാജ്യത്തെ ഈ എവിടെ വേണമെങ്കിലും ക്ഷേത്രം ഉണ്ടാക്കാം. അതായത് ഒരു 120 കൊല്ലക്കാലത്തിനുള്ളിൽ വെച്ച് യാതൊരു വിധമായ ഒരു ഡെഡ് ബോഡിയും ബെറി ചെയ്തിട്ടില്ലാത്ത ഭൂമിയാണ് എങ്കിൽ അവിടെ നമുക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കാം. എന്നാൽ ഒരു ഗുരുവിന്റെ മഹാസമാധി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴാണ് ഒരു ഗുരു ഉണ്ടാകുന്നത്. ആ ഗുരുവിന്റെ മഹാസമാധി എന്ന് പറയുമ്പോൾ അത്ര പരിപാവനമാണ്, അത്ര ശ്രേയസ്കരമായിട്ടാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്കുള്ളത് അറിയിക്കുന്നില്ല. 10,000 ക്ഷേത്ര ദർശനത്തിന് തുല്യമാണ്. ആ ചൈതന്യ ശക്തി അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സ്വച്ഛന്തമായ ഒരു തലത്തിൽ ആ മഹാസമാധിയിൽ ചെന്നിരുന്ന് നോക്കുക. ഇരുന്നിട്ട് ആ വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്യുക. നമുക്കറിയാം അതിന്റെ ഒരു അനുരണനം നമ്മളിൽ ഉണ്ടാകും, യാതൊരു സംശയമില്ല. ആ രീതിയിൽ ശ്രദ്ധയുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതോർത്തിരിക്കണം. ഇപ്പം ആ ഗുരുവിന്റെ മഹാസമാധി എന്ന് പറയുന്നത് 10,000 ക്ഷേത്ര ദർശനത്തിന് തുല്യമാണ്. കാരണം ഒരു ഗുരു മഹാസമാധി പ്രാപിച്ചാൽ ആ ചൈതന്യം സാർവത്രികമായിട്ടതുണ്ട്, എങ്കിലും ആ ചൈതന്യം എന്ത് ചെയ്യും? ആ ഭൗതിക ശരീരം നിബഞ്ജനം ചെയ്ത് പരിരക്ഷിക്കുന്ന സ്ഥാനത്തിന് മുകളിലായി അന്തരീക്ഷത്തിൽ അതങ്ങനെ ഹോവർ ചെയ്തുകൊണ്ടേ നിൽക്കും. എന്നാൽ ആ സ്ഥാനം വേണ്ട രീതിയിൽ പരിരക്ഷിക്കപ്പെടുന്നില്ല. അതിന് ഭംഗം സംഭവിച്ചാൽ അത് അപ്രത്യക്ഷമാകും. എന്നാൽ ഇത് നിരന്തരമായി ശ്രേയസ്കരമായി പരിരക്ഷിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ 10,000 വർഷം കഴിഞ്ഞാലും എത്ര കാലം അതിനെ പരിപാലിക്കുന്നു അത്രയും കാലം അതുണ്ടായിരിക്കും. എന്നാൽ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയാൽ ക്ഷേത്രത്തിൽ 12 കൊല്ലം കഴിയുമ്പോൾ അവിടെ പുനഃപ്രതിഷ്ഠ നടത്തണം. ചൈതന്യം ക്ഷയിച്ചു പോകും, അല്ലെ? ഓരോ 12 കൊല്ലം അതിനാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത്. ഓരോ വ്യാഴവട്ടം കഴിയും തോറും പുനഃപ്രതിഷ്ഠ നടത്തിക്കൊണ്ടേയിരിക്കണം. ചൈതന്യം ഡീക്കേ ചെയ്യുന്നുണ്ട്, റൂയിൻ ചെയ്യുന്നുണ്ട്. ഗുരുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതാണ് ഒരു മഹാസമാധിയുടെ മഹിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ സർവപ്രകാരേണയും ശ്രേയസ്കരവും പ്രയസ്കരവുമാക്കാൻ സഹായകമായിട്ടുള്ളതാണ് ശിവഗിരി തീർത്ഥാടനം എന്നത്. നോക്കൂ സ്വാമി. അപ്പോൾ എന്നിട്ട് തീർത്ഥാടനത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് തൃപ്പാദങ്ങൾ ചോദിക്കുകയും മറുപടി പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരികയും ചെയ്ത സമയം മുതൽ മേൽപ്പറഞ്ഞ് അവസാനിപ്പിച്ച സമയം വരെ ആ രംഗം മുഴുവനും ഞങ്ങൾ നിശ്ചേഷ്ടമായി അമ്പരന്ന് ഏതാണ്ട് പ്രജ്ഞയില്ലാത്തവരെ പോലെ നിന്നുപോയി. നോക്കൂ, അപ്പോൾ ഇവരെ എന്ത് ആവശ്യപ്പെട്ട വന്നത്? ഹിന്ദുക്കൾക്ക് കാശി രാമേശ്വരം, ക്രിസ്ത്യാനികൾക്ക് എവിടേക്ക്? അന്ത്യോക്യ, റോമ, ഇല്ലേ? വത്തിക്കാൻ, മുസ്ലിങ്ങൾക്ക് മക്ക, മദീന, ഈഴവർക്ക് എവിടെ വേണം? തീയർക്ക് ശിവഗിരി. പക്ഷേ ഗുരു ഈഴവരുടെ അഭ്യുന്നതിക്ക് വേണ്ടിയാണോ പറഞ്ഞത് തീർത്ഥാടനം? അല്ല, ജനങ്ങൾക്കും. നോക്കൂ, എത്രയോ കാരുണ്യമൂർത്തിയാണ്, എത്രയോ അനുകമ്പാമൂർത്തിയാണ്. ഏകാത്മക ലോകത്തെ ദർശിച്ചുകൊണ്ട് നോക്കൂ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും
ഒന്നിപ്പിക്കുന്നതായ സുദിനം അല്ലെ? ഏറ്റവും നന്നായി മംഗളകരമായ ഉത്തമമായ ദിനത്തിൽ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധിയും ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും വസ്ത്രമായ മഞ്ഞയും ധരിച്ച് നവരത്ന വിഷയങ്ങളിൽ ഈശ്വര സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭക്തിയോടുകൂടി വിനയത്തോടുകൂടി ശിവഗിരിയിലെത്തി അവിടെ ഓവിൽ കുളിച്ചു ശാരദയെയും ഗുരുവിനെയും വന്ദിച്ച് നവരത്ന വിഷയങ്ങളെ കുറിച്ചുള്ളതായ അറിവ് സമ്പാദിച്ച് അങ്ങനെ ജ്ഞാനപ്രസാദവും അന്നപ്രസാദവും കഴിച്ച് നമ്മൾ ആനന്ദചിത്തരായി വീട്ടിൽ വന്നിട്ട് ആ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ബാഹ്യശുദ്ധിയുള്ളവരും ആന്തരിക ശുദ്ധിയുള്ളവരുമായി നാം മാറ്റി ശുദ്ധ വെള്ളവസ്ത്രം ധരിച്ച് ശോഭിതരായി തീരുന്നു. ഇതാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ സെക്കൻഡ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ പരമമായ മഹിമ. അപ്പോൾ ഗുരു ഒരിക്കലും ഒരു ജാതീയമായോ മതപരമായോ ദേശപരമായോ ഉള്ള കാഴ്ചപ്പാടിലല്ല എന്ത് നൽകിയത് ശിവഗിരി തീർത്ഥാടനം അനുഭവിച്ചു. ജനങ്ങളും രാജ്യവും അഭിവർദ്ധിക്കും. ഇതാണില്ലേ ഉദ്ദേശ്യം. അതൊക്കെ ഓർത്തിരിക്കണം. ഉദ്ദേശ്യങ്ങളല്ല, ഒരു ഉദ്ദേശ്യം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിംഗുലറും പ്ലൂറലും എന്താണെന്ന് മനസ്സിലാക്കുക. പഠിച്ചിട്ടുള്ള കാലത്തെ കാര്യം ഓർക്കാൻ പറഞ്ഞാൽ മതി. അത് നമ്മൾ ആളുകളെ പറഞ്ഞു. അതിലേക്ക് എത്താനുള്ളതായ 9 വിഷയങ്ങളാണ്. ഏത്? നമുക്കൊരു ഡിഗ്രി കിട്ടണമെങ്കിൽ നമ്മൾ എന്തെല്ലാം പഠിക്കണം? നമ്മൾ മെയിൻ സബ്ജക്ട് തന്നെ പല ബ്രാഞ്ചുകൾ പഠിക്കണം, സബ്സിഡിയറി പഠിക്കണം, ലാംഗ്വേജ് പഠിക്കണം, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണം. അങ്ങനെ എന്തെല്ലാം പഠിച്ചാണ് ഒരു ഡിഗ്രി എടുക്കുന്നത്. സെയിം വേ നമ്മുടെ രാജ്യം പുരോഗമിക്കണമെങ്കിൽ, നമ്മൾ പുരോഗമിക്കണമെങ്കിൽ നമ്മള് നാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതിയോ? പോരാ. വിദ്യാഭ്യാസം വേണം, അത് ശുചിത്വം വേണം, ഈശ്വരഭക്തി വേണം, കൈത്തൊഴിൽ വേണം, ഇല്ലേ, കച്ചവടം വേണം, കൃഷി വേണം, സംഘടന വേണം, ഇതൊക്കെ വേണം. എങ്കിലേ ആ ലക്ഷ്യം പറ്റുള്ളൂ. അതുകൊണ്ട് ഈ മാർഗങ്ങളാണ് ഏത് ലക്ഷ്യമെന്ന് പറയുന്നത് അസംബന്ധമാണ്, തെറ്റാണ്, അജ്ഞതയാണ്. ഇത് നമ്മൾ തിരുത്തണം. നോക്കൂ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ മൗഢ്യമായ രീതിയിലാണ് നമ്മൾ ആളുകൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നത്. ഉദ്ദേശ്യം ഒന്ന് മാത്രമാണ്. ഉദ്ദേശ്യങ്ങളെന്നല്ല, ലക്ഷ്യങ്ങളെന്നല്ല, ഉദ്ദേശ്യം എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായോ എന്ന് പ്രസ് ചെയ്ത് ഗുരു ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് പ്രജ്ഞയില്ലാതെ നിന്നുപോയി. സ്വല്പം ആയിരുന്നു മുഖം. വീണ്ടും ഇപ്പം അതുവരെ ഗൗരവഭാവത്തിലിരുന്ന ഗുരു വീണ്ടും പുഞ്ചിരി ഭരിച്ചുകൊണ്ട് അടുത്ത് നിന്നിരുന്ന നരസിംഹസ്വാമിയെ നോക്കിക്കൊണ്ട് ഇനി നമുക്ക് പോകാമല്ലോ, മാധവനെ കാണണം എന്ന് കൽപ്പിച്ചു. കാരണം TK മാധവൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഗുരുവിന്റെ മഹാസമാധിക്ക് മുമ്പ് തന്നെ TK മാധവൻ ഇഹലോകവാസം വെടിയുകയുണ്ടായി. അപ്പോൾ തന്റെ ഗുരുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗൃഹസ്ഥ ശിഷ്യന്മാരായിരുന്നു ഈ TK മാധവനും സഹോദരനും. ഗുരു ഒരിക്കലും നോ പറയാത്തതായ 2 ശിഷ്യന്മാരാണ് സഹുർണിയപ്പനും TK മാധവനും. അപ്പോ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ പിന്നാലെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിന് ശേഷം ഗുരു അവിടെ നിന്ന് ശിഷ്യന്മാരോടൊപ്പം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ, ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഒരു ജാതീയമായ തീർത്ഥാടനമല്ല, ഒരു മതപരമായ തീർത്ഥാടനമല്ല. പ്രത്യുത ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്?
ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധിക്ക് വേണ്ടി ഉള്ളതാണ്. ഇതര തീർത്ഥാടനത്തിൽ നിന്നും ശിവഗിരി തീർത്ഥാടനം എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഒന്ന്, ശിവഗിരി മറ്റ് തീർത്ഥാടനങ്ങൾക്ക് ആളുകൾ പോകുമ്പോൾ ആ വ്യക്തിയുടെ മാത്രമുള്ള ഉന്നമനത്തിന് വേണ്ടിയാണ്. എന്നാൽ ശിവഗിരി തീർത്ഥാടനം അങ്ങനെയല്ല. ആരുടെയാണ്? ജനങ്ങളുടെയും രാജ്യത്തിൻ്റെതുമാണ്. രണ്ട്, ശിവഗിരി മറ്റു തീർത്ഥാടനങ്ങളിൽ ആത്മീയപരമായ പുണ്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ശിവഗിരി തീർത്ഥാടനം ആത്മീയവും ഭൗതികപരമായ ഉന്നതിക്ക് വേണ്ടിയുള്ളതാണ്. മൂന്ന്, മറ്റ് തീർത്ഥാടനങ്ങൾ പോയാൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് അന്നപ്രസാദമാണെങ്കിൽ ശിവഗിരി തീർത്ഥാടകർക്ക് ലഭിക്കുന്നത് അന്നപ്രസാദവും ജ്ഞാനപ്രസാദവും ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ശിവഗിരിയിൽ ചെന്നാൽ നമുക്ക് അവിടെ അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അല്ലേ, പാവങ്ങൾ. അവര് നമ്മൾ ചെന്നാൽ നമുക്ക് തരാൻ അന്നദാനത്തിനെല്ലാം ഒരുക്കുന്നുണ്ട്. എന്താ അന്നദാനം എന്നുള്ള കണ്ട് പിച്ചക്കാരൻ അല്ല. നമ്മൾ ഗുരുപൂജ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആഹാരം കഴിക്കും. പിന്നെ എത്രയോ പണം നമ്മളിവിടെ അവിടെ ഇതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് ആരുടെയും ദാനം വേണ്ട. നമുക്ക് വേണ്ടുന്നത് ഗുരുവിന്റെ പ്രസാദമാണ്, അന്നപ്രസാദമാണ് വേണ്ടത്. അതൊന്നും അവർക്ക് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അതിനെ വളരെ മോശമായ രീതിയിൽ അജ്ഞത കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. മനഃപൂർവ്വമാണോന്നും പറയുന്നില്ല. അജ്ഞത അന്നപ്രസാദം. അപ്പോൾ അതിന് നമ്മളെല്ലാവരും അവിടെ നമ്മളുടെ കുടുംബത്തിലുള്ള മുഴുവൻ പേരുടെയും നാളും പേരും ചൊല്ലി അവിടെ നമ്മൾ അർച്ചന നടത്തി ഒരു പൂജ നടത്തണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭക്തിയോടുകൂടി ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന് ശേഷം ശിവഗിരിയിൽ ഈ രീതിയിൽ തന്നെ തീർത്ഥാടനത്തിന് പോകാൻ ഒരു സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ച് ശ്രീ സന്തോഷ് സാറ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അവരുടെ കൂടെ പോകാൻ കഴിയാത്തവര് അതല്ലാതെ അവിടെ പോകുക. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും വരുന്നത് പോലെയും പോകുന്നത് പോലെയല്ല. അത് 1-ാം തീയതി രാവിലെ 7 മണിക്ക് ശിവഗിരി മഹാസമാധിയിലെത്തുക. മഹാസമാധിയിലെത്തുമ്പോൾ പ്രധാന കവാടത്തിൽ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അവിടെ ഒത്തുകൂടുക. ഒത്തുകൂടുന്നവരെല്ലാം തന്നെ വെള്ള വസ്ത്രം മഞ്ഞളിൽ മുക്കിയ മഞ്ഞയായിരിക്കണം. കാരണം നമ്മൾ ഗുരുവിനെ തികച്ചും അനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർ നമ്മളെ അനുകരിക്കും എന്ന് പറഞ്ഞാൽ ഗുരുവിനെ അംഗീകരിക്കും. അവർ അന്വേഷിക്കും എന്താണ് ഏതാണ് എന്ന്. അപ്പം നമ്മൾ പോകുന്നവരെല്ലാവരും ആ 1-ാം തീയതി മഞ്ഞളിൽ മുക്കിയ മഞ്ഞ ധരിച്ചുകൊണ്ട് പോകണം. പോയി കഴിഞ്ഞാൽ അവിടെ 7 മണിക്ക് നമ്മുടേതായ ഒരു ആധ്യാത്മികപരമായ ഒരു ചടങ്ങ് അവിടെ നടക്കും. വളരെ മഹത്തരമായ, നാളിതുവരെ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത, എന്നാൽ ഭാരതത്തിലെ മറ്റ് പല പ്രസ്ഥാനങ്ങളിലും അത് മറ്റൊരു രൂപത്തിൽ നിലനിൽക്കുന്നതിനെ നമ്മൾ വളരെ നന്നായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത് ചെയ്യുന്ന ഒരു മഹത്തായ കർമ്മമുണ്ട്. ആ കർമ്മത്തിൽ പങ്കെടുക്കാൻ, ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ പങ്കെടുക്കാവുന്നവരെല്ലാം പങ്കെടുക്കുക. 7 മണിയാകുമ്പോൾ ശിവഗിരി മഹാസമാധിക്ക് മുന്നിൽ എത്തുക. അപ്പോൾ സന്തോഷ് സാറ് ഉണ്ടാകും, അവിടെ രാജ്കുമാർ സാറ്, ചക്രവാണി സാറ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഉണ്ടാകും. അപ്പോൾ അവരെല്ലാമാണ് അതിന് നേതൃത്വം നൽകുന്നത്. നേതൃത്വം എല്ലാവരുമാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നേതൃത്വം ഒരൊറ്റ മാത്രമേ, ഒരൊറ്റ നേതാവ് ആര് മാത്രമാണ്? ഗുരു മാത്രമാണ്. ഗുരുവിന്റെ ധർമ്മമാണ് നമ്മളെ നയിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ കൺവീനറോ ഡയറക്ടറോ ആചാര്യനോ ഒന്നുമല്ല. നമ്മളെ നയിക്കുന്നത് ഗുരുവാണ്, ഗുരുവിന്റെ ധർമ്മമാണ്.
അപ്പോൾ ആ പ്രക്രിയയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഒപ്പം തന്നെ 30, 31 തീയതികളിൽ 30-ാം തീയതിയാണ് അവർ ഇവിടുന്ന് പോകുന്നത്. പോകുമ്പോൾ ഏതാണ്ട് 20,000-ഓളം ശ്രീനാരായണ ധർമ്മം നമ്മൾ അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ളതായ ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ട്. 20,000 പറഞ്ഞിരിക്കുന്നത് തീരുമാനിച്ചതെങ്കിലും ചിലപ്പോൾ അത് 25-ഓ 30-ഓ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഒട്ടും കുറയില്ല. മുഴുവൻ ജനങ്ങൾക്കും നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു ജ്ഞാനപ്രസാദമാണ് ശ്രീനാരായണ ധർമ്മം. അക്കാര്യം അന്നും എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഞാനല്ല ചെയ്യുന്നത്, നമ്മളാ ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ്, ഏറ്റവും നല്ല രീതിയിൽ പ്രിന്റ് ചെയ്തതായ ബുക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രസാദമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ആ യജ്ഞ പ്രക്രിയകളിലെല്ലാം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഗുരുവിന്റെ അനുഗ്രഹത്തിന്, കാരുണ്യത്തിന് ഗുരുവിന്റെ അനുഗ്രഹം, കാരുണ്യം ലഭിക്കത്തക്ക രീതിയിൽ ഗുരുവിന്റെ അമൃതവാണികളെ അനുസന്ധാനം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകണം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഗുരു പറയുന്ന ഉപദേശിച്ച രീതിയിലൊന്നുമല്ല. അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക. ഗ്രാജുവലായിട്ട് അത് എല്ലാം നേരെ വരും. ഗുരുവിലേക്ക് വന്നേ പറ്റൂ, വന്നിരിക്കും. നമ്മളും നമ്മുടെ രാജ്യവും അഭിവൃദ്ധിപ്പെടും. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായ ഭക്തിയോടുകൂടി തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളത്. നിങ്ങൾ ഈ നമ്മളിവിടെ ചർച്ച ചെയ്തതായ, ചിന്തിച്ചതായ വിഷയം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു 3 പേരോടെങ്കിലും പറയുക. ഡയറക്റ്റായിട്ട് 3 പേരോട് പറഞ്ഞിട്ട് അവരോട് പറയണം, നിങ്ങളിത് 3 പേരോട് പറയുക. അവരോടും പറയുക, നിങ്ങൾ 3 പേരോട് പറയുക. ഒപ്പം നിങ്ങൾ ഫോണിലൂടെ ദൂരെയുള്ളതായ, വിദേശത്തുള്ളതായ, അന്യസംസ്ഥാനത്തുള്ളതായ നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരെയെല്ലാം വിളിച്ച് അറിയിക്കുക. ഇതാണ് ശിവഗിരി തീർത്ഥാടനം, ഇല്ലേ? തീർത്ഥാടനത്തിന്റെ ഒരു ലക്ഷ്യമുള്ളൂ. അതിനുള്ള വിഷയങ്ങളാണ്. അതിനൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഒരു ലക്ഷ്യത്തിലെത്താൻ പല പല കാര്യങ്ങൾ ചെയ്ത് പല മാർഗങ്ങളിലൂടെയാണ്. ഇത് 9ന്റെ പ്രാധാന്യം പറഞ്ഞു. ഇതെല്ലാത്തൊന്നും സാധാരണക്കാരായ പാവങ്ങൾക്കറിയില്ല. അവര് ഈ കുപ്പായവും കുറിയും ചെരുപ്പും ഒക്കെ കണ്ടിട്ടാണ് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് അവർ വഴിതെറ്റി പോകുന്നത്. അവരെ എല്ലാം നേരായ മാർഗത്തിൽ ഗുരുവിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ധാർമ്മിക ഉത്തരവാദിത്വം ഇതെന്താണെന്ന് പഠിച്ച നമ്മളുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ടും, അതായത് മുഖാമുഖമായിട്ടും, അതല്ലാതെ നമ്മൾ ഓൺലൈനിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഫോണിലൂടെയോ ഒക്കെ പരമാവധി ഞാൻ 3 പേര് എന്ന് പറഞ്ഞെങ്കിൽ 3 പേരെ കൊണ്ട് നിർത്താവുന്നില്ല. പരമാവധി പേരോട് ഇത് നമ്മൾ പറയുക. ഒപ്പം തന്നെ നിങ്ങളുടെ പരിസരത്തുള്ള ആളുകളെ വിളിച്ചുകൂട്ടി ഒരു പ്രാർത്ഥനയോലകം പോലെ സംഘടിപ്പിച്ച ആളുകളോട് തീർത്ഥാടനത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കണം. നിങ്ങളുടെ അയൽപക്കത്തുള്ളതായ നാട്ടുകാരെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ അവരെ കുറച്ചുപേരെ വിളിച്ച്, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു പ്രാർത്ഥനയോളം, ഒരു നല്ല രീതി. ഇപ്പൊ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം പരിപാടികൾ നടത്തും. ഇപ്പൊ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് ഒരു ജ്ഞാനയജ്ഞം നമ്മുടെ വീട്ടിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ നടത്തുക. അപ്പൊ നിങ്ങള് ഒരു 20-ാം തീയതിക്ക് അല്ലെങ്കിൽ 25-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് ഒരു പ്രാർത്ഥനാ യോഗം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ട് അവരെ നിങ്ങളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളിത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് അവർക്കും പ്രയോജനമാണ്. അതിനേക്കാൾ ഏറെ പ്രയോജനം പറയുന്നതായ നമ്മൾക്കായിരിക്കും. അത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിന്റെ മഹിമ എന്താ. അപ്പോൾ ഇനി വീണ്ടും വീണ്ടും നടത്തണമെന്നുള്ളതായ ഒരു വലിയ ആവേശമായിരിക്കും, പ്രചോദനമായിരിക്കും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് കേട്ട കാര്യങ്ങൾ തലകുലുക്കി സമ്മതിച്ചു പോവുകയല്ല വേണ്ടുന്നത്. നിങ്ങൾ എല്ലാവരും
ഗുരു പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനുമെന്ന ആ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന ഗുരുവാണിയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുക. അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എളുപ്പം ചോദിക്കാം. ആദ്യത്തെ പ്രാവശ്യമൊന്നുമില്ല, രണ്ടാമത്തെ പ്രാവശ്യം അവര് അടുത്ത വർഷം ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മുതല് എത്തിയത് ശാരദാമഠത്തിന്റെ വടക്ക് വശത്ത് ആ താഴ്ഭാഗത്ത് അവിടെ ഒരു ചെറിയ പന്തലിട്ട് ആണ് ഈ ചെറിയ ക്ലാസ്സുകളൊക്കെ സമ്മേളനങ്ങളൊക്കെ നടത്തിയത്. പിന്നെ അതങ്ങനെ പെരുകി 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 വന്നാണ് പിന്നെ താഴെ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത്. അപ്പൊ അത് ആളുകള് 2 ദിവസം അവിടെ താമസിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്, പിന്നീട് ചെയ്യുന്നത്. അങ്ങനെയാണ് അന്ന് ഗുരുപൂജയ്ക്ക് 5 രൂപയായിരുന്നു. 5 രൂപ കൊടുത്ത് ഗുരുപൂജ നടത്തി കഴിഞ്ഞാൽ 5 ടിക്കറ്റ് കൊടുക്കുമായിരിക്കും. ഗുരുപൂജ പ്രസാദമായിട്ട് 5 ടിക്കറ്റ്. ഞാനത് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് ഞാൻ വളരെ കുട്ടിയായിരുന്ന സമയത്ത് അങ്ങനെ അതാണ് ഗുരു പറഞ്ഞത്, ഭക്ഷണം അവിടെ കിട്ടിക്കൊള്ളും അല്ലെ, എല്ലാവർക്കും ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കും. അല്ല, അവിടെ അന്നദാനം നല്ല ഗുരു പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അത് ഉണ്ടായിരിക്കും. അത് ഗുരുവിന്റെ പ്രസാദം. അപ്പം നമ്മള് മനസ്സിലാക്കുക, അത് ഇത് ചോദിച്ചു വാങ്ങിച്ചവർക്ക് നടത്താൻ പറ്റിയില്ല. പിന്നെ ഗുരു മഹാസമാധി കഴിഞ്ഞും 3 വർഷം കഴിഞ്ഞാണ് ഇത് നടക്കുന്നത്. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അതിനകത്ത് ഈ യോഗാത്മകമായ ഒരു തലമാണത്. അത് പറയണമെങ്കിൽ ഒത്തിരി പറയണം. ഇപ്പൊ നമ്മുടെ ടൈം ഇനിയിപ്പോ 2-3 മിനിറ്റോടെ ഉള്ളൂ. എങ്ങനെ ഞാൻ ഒരു 5-10 മിനിറ്റ് താമസിച്ച കയറിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടു കൂടി 2 മിനിറ്റ് മുന്നോട്ടൊക്കെ പോകുന്നു. അതായത് ഈ ഒരു ഗുരു മഹാസമാധി അല്ലെങ്കിൽ ഒരു യോഗി മഹാസമാധി പ്രാപിക്കുമ്പോൾ ഈ ചൈതന്യം എങ്ങും പോകുന്നില്ല. അത് നമ്മള് വേദാന്തം ഉപനിഷത്ത് പഠിച്ചെങ്കിലേ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇത് എങ്ങും പോകുന്നില്ല. കാരണം സർവം ഖല്ലിതം ബ്രഹ്മം, സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ് ബ്രഹ്മം. പക്ഷെ മായയാൽ നമ്മൾ അറിയുന്നില്ല, മായയാൽ നമ്മളത് അനുഭവിക്കുന്നില്ല. ഈ ഗുരു അല്ലെങ്കിൽ യോഗി ഉത്തമ മുഹൂർത്തം നോക്കിയാണ് മഹാസമാധി പ്രാപിക്കുന്നത്. ആ ഉത്തമ മുഹൂർത്തം നോക്കി മഹാസമാധി പ്രാപിച്ച ഗുരു പറഞ്ഞത് കന്നി 5 നല്ല ദിവസമാണ്, അന്ന് ശുക്ലഷഷ്ടി വ്യാഴഘോരയ്ക്ക് പുറപ്പെടാൻ കൊള്ളാം എന്നാണ് പറഞ്ഞത്. കൃത്യമായ മുഹൂർത്തം നിശ്ചയിച്ച നിങ്ങൾക്ക് അറിയാം. അങ്ങനെ മുഹൂർത്തം അറിഞ്ഞ് ശരീരം ത്യജിച്ച ഒരാളിനെ അറിയാം, ഭീഷ്മാചാര്യർ. ഭീഷ്മാചാര്യർ മുഹൂർത്തം നോക്കിയാണ് ശരശയിൽ കിടന്നുകൊണ്ട് ശരശയിൽ അങ്ങനെ ആ ശരീരം ത്യജിക്കുന്നത്. അപ്പൊ ഗുരു ആ മുഹൂർത്തം നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആ ശരീരം ത്യജിക്കുന്നത്. ആ ശരീരം ത്യജിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യം അവിടെ തന്നെ ഇങ്ങനെ നിലനിൽക്കും. ഈ ഭൗതിക ശരീരം യഥാർത്ഥത്തിൽ അത് ദഹിപ്പിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാരണം ഓൾറെഡി അത് ദഹിപ്പിച്ചതാണ്. നമ്മള് ഗുരുവിന്റെ ചിന്തനത്തിൽ പഠിച്ച് 1 കോടി ദിവാകരരുത്തുയരും പടിപാരുടെ നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൽ വടിവെന്നു ഇരുന്ന് വിളങ്ങിടണം. ആ കോടി പ്രഭയിൽ
ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളെല്ലാം ഇല്ലാതായി, ദഹിച്ചില്ലാതായി. അങ്ങനെ ഭൂതങ്ങൾ മുഴുവനും ദഹിച്ചില്ലാതാകുമ്പോൾ ഈ തപസ് ചെയ്ത നാരായണന്റെ ശരീരവും പഞ്ചഭൂതാത്മകമല്ലേ? അതെ, അതും ദഹിച്ച് ഇല്ലാതായി. അത് സ്പിരിച്വലാണ്. അങ്ങനെ ദഹിച്ചില്ലാതായി കഴിയുമ്പോൾ പിന്നെ അവിടെ ഉള്ളത് എന്താണ്? ആ കോടി സൂര്യപ്രഭ മാത്രമാണ്. അതാണ് ഗുരു പറഞ്ഞത്, ഈ ശരീരം ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് നിൽക്കും. എപ്രകാരം? കോടി സൂര്യനെ പോലെ പ്രകാശിച്ചു കൊണ്ട് നിൽക്കും. അങ്ങനെ യോഗിയായ ഗുരുവായ ഒരു മഹാത്മാവ് ശരീരത്തെ ആത്മചൈതന്യത്താൽ ദഹിപ്പിച്ചത് കാരണത്താൽ രണ്ടാമത് പിന്നെ ദഹിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ സാധാരണ ഒരാള് ജീവിതത്തിന്റെ ആ പരമലക്ഷ്യത്തിൽ എത്തിയിട്ടില്ലാത്തതിനാൽ ഈ ആളിന്റെ പ്രതീകാത്മകമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അഗ്നിയിൽ കൊണ്ട്, ഭൗതികപരമായ അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ശ്രീമതി വിലാസിനി മോഹൻ അല്ലേ? അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അത് പറ്റുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഗതി കിട്ടണമെന്നുള്ള ഒരു സങ്കല്പത്തിൽ ചെയ്യുന്ന പണിയാണ് ഈ ഭൗതിക ശരീരം കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നത്. എന്നാൽ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വേറെ ആരും ദഹിപ്പിക്കുന്ന, നേരത്തെ തന്നെ തപശക്തിയാൽ ആത്മചൈതന്യത്താൽ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അത് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ദഹിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ദഹിപ്പിച്ചതായ ആ ശരീരത്തിൽ വർദ്ധിച്ചിരുന്ന ആള് ജീവൻ മുക്തനായിരിക്കുകയും പിന്നെ ശരീരം ത്യജിച്ച് വിദേഹമുക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശരീരം ദഹിപ്പിക്കാതെ കണ്ട് അത് വിഭജിച്ചിരിക്കും, പരിരക്ഷിക്കും. ആ സ്ഥാനത്ത് 10,000 വർഷക്കാലം ആ ചൈതന്യം അവിടെ ഹോവർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കാണിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പഠിച്ചത് നിങ്ങളോട് പറയുന്നതാണ് അല്ലേ? ഇത് നിങ്ങളുടെ യുക്തി കൊണ്ട് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യണമെങ്കിൽ അനലൈസിങ്ങിനുള്ള മെറ്റീരിയൽ വേണം. അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. എങ്കിലേ നമുക്കത് റിയലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 10,000 വർഷക്കാലം എന്ത് ചെയ്യും? ആ അന്തരീക്ഷത്തിൽ ആ ശരീരം വിഭജനം ചെയ്ത് പരിപാലിക്കുന്ന സ്ഥാനത്ത് ഹോവർ ചെയ്തുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് തന്നെ നിൽക്കും 10,000 കൊല്ലം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗുരുവിന്റെ മഹാസമാധി മന്ദിരം ദർശിക്കുന്നത് എങ്ങനെയായിരിക്കണം? ചുമ്മാ പോയി ദർശിക്കുന്നത് അല്ല, ഉപചാരപൂർവം അത് ദർശിക്കേണ്ട രീതിയുണ്ട്. ആ രീതിയിൽ പോയി ദർശിച്ചാൽ 10,000 ക്ഷേത്രം ദർശിക്കുന്നതിന് തുല്യമാണ് അത്. അപ്പൊ 10,000 വർഷക്കാലം ഈ ചൈതന്യം അവിടെ ഹോവർ ചെയ്തുകൊണ്ട് നിൽക്കും. എങ്ങനെ? ഈ സ്ഥലം അവിടം അങ്ങനെ പരിപാലിക്കുകയാണ്. പരിപാലിക്കപ്പെടുന്നില്ല, അതിന് ഊനം പറ്റുകയാണെങ്കിൽ, ഊനം പറ്റുക എന്ന് പറഞ്ഞാൽ അതിന് ഭംഗം ഉണ്ടാവുകയാണ് എങ്കിൽ അത് വാനിഷ് ചെയ്യും, ഡിസപ്പിയർ ചെയ്യും അവിടെ നിന്ന്. എന്നാൽ 10,000 വർഷം കഴിഞ്ഞാലും ഇത് പരിപാലിക്കുകയാണെങ്കിൽ എത്ര കാലം പരിപാലിക്കുന്നു അത്രയും കാലം ശക്തിമത്തായിട്ട് തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ഒരു ഗുരുവിന്റെ മഹാസമാധിയിൽ പുനഃപ്രതിഷ്ഠയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിത്യമായി നിലനിൽക്കും. നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു. എപ്രകാരമാണ്?
10,000 കോടി സൂര്യനെ പോലെ, അല്ല 1000 കോടി സൂര്യനെ പോലെ, കോടി സൂര്യനെ പോലെ പ്രകാശം പോലെ അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന്. ആ ചൈതന്യത്തെ നമുക്ക് നമ്മിലേക്ക് ആവാഹിക്കണം, നമുക്ക് ഉൾക്കൊള്ളണം, നമുക്കത് കിട്ടണം എങ്കിൽ ആ സ്ഥാനത്ത് ചെല്ലുമ്പോൾ അതിൻ്റെതായ ഉപചാരമര്യാദയോടുകൂടി വേണം ചെല്ലുന്നത്. അവർക്ക് മാത്രമേ അത് അനുഭവിക്കൂ. ചുമ്മാ അവിടെ ചെന്നിട്ട് അവിടെ 10 രൂപ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഭക്ഷണം എടുത്ത് തോന്നിയ പോലെ ഇട്ട് വെള്ളം വാങ്ങിച്ച് കുടിച്ചോണ്ട് പോന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ആ മഹാസമാധിയെ ഭക്തി, ശ്രദ്ധ, ബഹുമാനാദി വിനയങ്ങളോടെ അഞ്ജലീബദ്ധമായി നമ്മൾ ആരാധിക്കണം. ആരാധിച്ചാൽ അതിൻ്റെതായ ഫലം നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആണ് പറയുന്നത്, ഒരു ഗുരുവിന്റെ മഹാസമാധി ദർശനം എന്ന് പറയുന്നത് 10,000 ക്ഷേത്ര ദർശനത്തിന് തുല്യമാണ്. ക്ഷേത്രം 12 കൊല്ലം കഴിയുമ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തും, ശക്തി ക്ഷയിക്കും. പക്ഷേ ഗുരു ശക്തി ക്ഷയിക്കില്ല. കാരണം എന്നാ ക്ഷയിക്കുന്നുവല്ലോ ഗുരു പറഞ്ഞു. ഞാനിപ്പോ 10,000 പറഞ്ഞു, പക്ഷെ ഗുരു പറഞ്ഞ എന്താ? പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്നാ പറഞ്ഞത്. അത് ഇൻഫിനിറ്റ് ആണ്, അനന്തമാണ്. അതാ ഞാനും പറഞ്ഞു, 10,000 കൊല്ലം വളരെ പ്രകടിതമായി അവിടെ നിലനിൽക്കും. എന്ത് കഴിഞ്ഞാൽ ആ പരിപാലിക്കപ്പെടുന്നത് അത് പ്രകാശിച്ചോണ്ട് അവിടുന്ന് വാനിഷ് ചെയ്ത് ഇല്ലാതാകുന്നല്ല പറഞ്ഞത്, ഡിസപ്പിയർ ചെയ്യുന്ന പറഞ്ഞത്. ഇല്ലാതാവില്ല, അത് അങ്ങനെ നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുരുക്കന്മാരുടെ മഹാസമാധിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പവിത്ര. ഇത് സാധാരണക്കാരായ ആളുകൾക്കറിയില്ല. അവര് ക്ഷേത്രത്തെ മാത്രം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്, അവർക്കറിയില്ല. അപ്പോൾ അതൊന്നും അറിയില്ല. അപ്പൊ ഇത്രയും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അതിന്റെ മറ്റ് ശാസ്ത്രീയ വശങ്ങൾ പറയണമെങ്കിൽ കുറച്ചേറെ സമയം എടുക്കേണ്ടി വരും. എന്തെങ്കിലും സാമാന്യ എന്തെങ്കിലും മനസ്സിലായോ ശ്രീമതി വിലാസിനി മോഹൻ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ തീർത്ഥാടനം എന്ന വിഷയത്തെ കുറിച്ചുള്ള, ശിവഗിരി തീർത്ഥാടനം എന്ന വിഷയത്തെ കുറിച്ചുള്ള ഈ പഠന പ്രക്രിയ നമുക്കിവിടെ ഉപസംഹരിക്കാം. നിങ്ങൾ എല്ലാവരും പരമാവധി ജനങ്ങളിലേക്ക് ഇതെത്തിക്കാൻ വേണ്ടുന്നതായ പ്രയത്നം ഈ നിമിഷം മുതൽ തന്നെ ആരംഭിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പ്രക്രിയയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും ശ്രേയസ്സിനും പ്രേയസ്സിനും പിന്നെ പ്രേയസ്സിനും കരവരി കവിയും കാരുണ്യക്കടലായ പരമഗുരുവിന്റെ അനുഗ്രഹ വർഷം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർത്ഥവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ സർ. നമസ്കാരം.